ഉത്തർപ്രദേശിലെ മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർക്ക് പരിക്ക്. ബാരിക്കേഡുകൾ തകർന്നതിനെ തുടർന്നാണ് അപകടമുണ്ടായതെന്ന് സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. സാഹചര്യം ഗുരുതരമല്ല എന്നും സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നു വിവരങ്ങളുമായി. ബൽറാം, ഗുഡ് മോർണിംഗ്. ഇന്ന് ഏറെ തിരക്കുള്ള ദിവസമാണ്. അന്ന് തന്നെയാണ് ഈ സ്റ്റാമ്പീഡ് സംഭവിച്ചിരിക്കുന്നത്. വിവരങ്ങൾ. ക്രിസ്റ്റീന, കുംഭമേളയിൽ വേറെ തിരക്കുള്ള സമയമാണ്. പ്രത്യേകിച്ച് വിശിഷ്ട സ്നാനം നടക്കുന്ന ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന്. കഴിഞ്ഞ 2 ദിവസമായി വലിയ തിക്കും തിരക്കും ഈ മേളയിൽ അനുഭവപ്പെടുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, സന്യാസി സമൂഹങ്ങൾക്കൊപ്പം തന്നെ പൊതുജനങ്ങളും കുംഭമേള ദർശിക്കുന്നതിനും സ്നാനം ചെയ്യുന്നതിനുമായി ഈ സംഘത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സംഘത്തിലേക്കുള്ള റോഡുകളിൽ സ്ഥാപിച്ച ബാരിക്കേഡുകൾ തകരാൻ ഇടയാവുകയും ഈ തിക്കിനും തിരക്കിനും സമാനമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ വലിയ അത്യാഹിതങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും പരിക്കേറ്റ ആളുകളെ ചികിത്സയിൽ നിലവിൽ തുടരുകയാണ് എന്നുമാണ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. ബൽറാം, പലതരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അവിടെ നടത്തിയിരുന്നു. കാരണം ഇത്രയധികം കോടിക്കണക്കിന് പേർ വരുന്ന ഒരു മേളയാണത്. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾക്കുള്ള പാളിച്ചകളൊന്നുമല്ലല്ലോ. ഈ ആൾക്കാരുടെ തിരക്ക്, ഇന്നത്തെ ആ പ്രത്യേക സ്നാനം മൂലം ആൾക്കാരുടെ തിരക്ക് കൂടിയതാണല്ലോ ഇതിന് കാരണം. അങ്ങനെയല്ലേ? തീർച്ചയായും ക്രിസ്റ്റീന, ഇന്ന് അമാവാസ്യ സ്നാനുമായി ബന്ധപ്പെട്ട വലിയ ആൾത്തിരക്ക് ഉണ്ട്. ഇതൊരു പുണ്യ സ്നാനമായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 15 ദിവസങ്ങളിൽ ഉണ്ടായതിൽ ഏറ്റവും തിരക്കേറിയ ദിവസങ്ങളിൽ ഒന്നായിരുന്നു ഇന്നലെ വൈകിട്ട് മുതൽ എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. വലിയ മുന്നൊരുക്കങ്ങൾ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നു. ഈ ഒരു ദിവസം 1 കോടിയിലേറെ പേർ എത്തുകയാണെങ്കിലും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. എങ്കിൽ പോലും പ്രതീക്ഷിച്ചതിലും വലിയ തിരക്ക് ഈ മേള പ്രദേശത്ത് ഉണ്ടായതാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിന് ഇടയാക്കിയത് എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഈ സംഘം റൂട്ടിലെ ചില ബാരിക്കേഡുകൾ തകർന്നതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത് എന്നാണ് സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ആകാംക്ഷ റാണ വ്യക്തമാക്കുന്നത്. പരിക്കേറ്റവരെ നിലവിൽ ചികിത്സയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അത് സംഘം പ്രദേശത്ത് തന്നെ ഒരുക്കിയ പ്രത്യേക ആശുപത്രികളിലാണ് ഇവർ ചികിത്സ തേടിയിരിക്കുന്നത്. സാഹചര്യം നിലവിൽ ഗുരുതരമല്ല എന്നും ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നുമാണ് അധികൃതർ അറിയിക്കുന്നത്. കൂടാതെ കൂടുതൽ പോലീസിനെ ഈ പ്രദേശത്ത് വിന്യസിക്കുകയും തിക്കും തിരക്കും നിയന്ത്രിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ 15 ദിവസത്തിനിടെ 15 കോടി പേർ ഭക്തർ ഇവിടെ എത്തി എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്ന കണക്ക്. ഈ 2 ദിവസം, ഇന്നലെയും ഇന്നുമായി ഈ തിരക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തിയതാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഗുരുതരമായ ഒരു തിക്കും തിരക്കും ഉണ്ടായിട്ടില്ല എന്നും അതിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായി എന്നും അത് നിലവിൽ കൃത്യമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുമാണ് അധികൃതർ വിശദീകരിക്കുന്നത്. ശരി. മഹാകുംഭമേളയിലെ മൗന്യ അമാവാസ്യയിലെ അമൃതസ്നാനം നടക്കുന്ന ഇന്ന് 10 കോടി ആൾക്കാരാണ് അവിടെ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ തിക്കും തിരക്കും ഇന്നലെ രാത്രിയിലും ഉണ്ടായിട്ടുണ്ട്. മഹാകുംഭമേള ഗ്രൗണ്ടിൽ സജ്ജീകരിച്ചിട്ടുള്ള സെൻട്രൽ ഹോസ്പിറ്റലുകളിലേക്കാണ് ഈ ആംബുലൻസിൽ പരിക്കേറ്റവരെ എത്തിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന്.